കാൽപാദങ്ങൾ എപ്പോഴും വൃത്തിയായിട്ടും നല്ല ഭംഗിയായിട്ടും ഇരിക്കുന്നത് കാണാൻ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷേ അത് അങ്ങനെ ആക്കിയെടുക്കാൻ കുറച്ചധികം തന്നെ നമ്മൾ മെനക്കിടണം. തുടർച്ചയായിട്ടുള്ള സംരക്ഷണത്തിലൂടെ മാത്രമേ നമുക്ക് ആ ഒരു രീതിയിൽ ആക്കിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ വെയിലും അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോഴത്തേക്കിന് അത് പെട്ടെന്ന് നമ്മുടെ ആ കാലിലെ സ്കിന്നിനെ അത് ബാധിക്കാറുണ്ട്. കാരണം വെയിലേറ്റാൽ പെട്ടെന്ന് തന്നെ നമ്മുടെ കാലിൻ്റെ സ്കിന്ന്, കാൽപാദത്തിൻ്റെ സ്കിന്ന് ടാൻ ആവും. പക്ഷേ അത് മാറ്റിയെടുക്കാൻ നാളുകളുടെ പ്രയത്നം തന്നെ വേണ്ടി വരും. അപ്പോൾ അധികം ആൾക്കാരും പെഡിക്യൂറൊക്കെ പാർലറിൽ പോയി ചെയ്യുന്നവരായിരിക്കും. പക്ഷേ നമുക്ക് പാർലറിൽ പോകാതെ തന്നെ നല്ല ഒന്നാന്തരം പെഡിക്യൂർ വീട്ടിൽ തന്നെ ചെയ്യാം. അതിനാദ്യം വേണ്ടത് നല്ലൊരു ഫുഡ് ക്രീം കണ്ടെത്തുക എന്നുള്ളതാണ്. അത് നാച്ചുറൽ ആയിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നല്ലൊരു ഫുഡ് ക്രീമും എങ്ങനെ നന്നായിട്ട് തന്നെ നമുക്ക് പെഡിക്യൂർ വീട്ടിൽ ചെയ്യാം എന്നുള്ള ഒരു നല്ല വീഡിയോ ആണ് ഇന്ന് പറയുന്നത്. അതുകൊണ്ട് വീഡിയോ എല്ലാവരും അവസാനം വരെ കാണാൻ ശ്രദ്ധിക്കണേ. പെഡിക്യൂറിൽ ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത് ഫുഡ് ക്രീമാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഫുഡ് ക്രീം എങ്ങനെയാണ് നമുക്ക് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്നതെന്ന് നോക്കാം. അതിന് ആദ്യം വേണ്ട കുറച്ച് സാധനങ്ങൾ. ആദ്യം വേണ്ടത് ഷിയ ബട്ടർ, ബി വാക്സ്, വിറ്റമിൻ ഇ ഓയിൽ, ലാവൻഡർ ഓയിൽ. ഷിയ ബട്ടർ 1/4 കപ്പ് വേണം, ബി വാക്സ് 2 ടേബിൾ സ്പൂൺ വേണം, വിറ്റമിൻ ഇ ഓയിൽ 2 ടേബിൾ സ്പൂൺ വേണം, ലാവൻഡർ ഓയിൽ 2 ഡ്രോപ്പ് വേണം. ഇത് എങ്ങനെയാണ് നമുക്ക് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഒരു പാൻ അടുപ്പിൽ വെച്ച് വെള്ളമൊഴിച്ച് തിളപ്പിക്കാം. ആ വെള്ളം തിളച്ചു വരുമ്പോൾ, അതായത് ഡബിൾ ബോയിലിംഗ് മെത്തേഡ് എന്ന് പറയും, ഒരു ചെറിയ 2 ബൗള് ആ വെള്ളത്തിലേക്ക് ഇറക്കി വെച്ച് അതിൽ ഒന്നില് ഷിയ ബട്ടറും ഒന്നില് ബി വാക്സും എടുത്ത് തിളച്ച വെള്ളത്തിൽ വെച്ച് അലിയിച്ചെടുക്കണം. അതിലേക്ക് വിറ്റമിൻ ഇ ഓയിലും ലാവൻഡർ ഓയിലും ചേർത്തിളക്കി ഇതെല്ലാം കൂടി യോജിപ്പിച്ച് നമുക്ക് എടുക്കാം. ഇതാണ് നമുക്ക് ആദ്യം വേണ്ട ഫുഡ് ക്രീം എന്ന് പറയുന്നത്. ഇനി നമുക്ക് എങ്ങനെ നന്നായി പെഡിക്യൂർ ചെയ്യാമെന്ന് നോക്കാം. ചെറിയ ചൂടുള്ള വെള്ളത്തിൽ നമ്മുടെ കാല് ഒരു 10 മിനിറ്റ് നേരം മുക്കി വെക്കണം. അതിനുശേഷം നമ്മുടെ ക്യൂട്ടിക്കിള് റിമൂവ് ചെയ്യണം. ശേഷം ഉപ്പുറ്റി പ്യൂമിക് സ്റ്റോൺ ഉപയോഗിച്ച് നന്നായിട്ട് സ്ക്രബ് ചെയ്യണം. അതിനുശേഷം ഷുഗറും ഹണിയും കൂടെ മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് നമ്മുടെ കാലിൽ മസാജ് ചെയ്യണം. അതിനുശേഷം നമ്മൾ കാല് ഒന്നും കൂടി വെള്ളത്തിൽ മുക്കി നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുത്തതിന് ശേഷം തുടച്ച് വെള്ളം ഇല്ലാതെ എടുക്കണം. എന്നിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഫുഡ് ക്രീം ഉപയോഗിച്ച് ഒരു 10 മിനിറ്റ് മസാജ് ചെയ്ത് കൊടുക്കണം. ഇത് നമ്മൾ വീക്കിലി വൺസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. നന്നായിട്ട് നല്ല ഭംഗിയായിട്ട് വരും കാല്. ഇത് നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം വീതം സ്ഥിരമായിട്ട് ചെയ്താൽ. അപ്പോൾ ഉപയോഗമായെങ്കിൽ ചെയ്ത് നോക്കാൻ മറക്കരുതേ.